മാർച്ച് 18 നോമ്പുകാലത്തിലെ 2-ാം വാരത്തിലെ ചൊവ്വാഴ്ച. മത്തായി 23 1 മുതൽ 12 വരെ വാക്യങ്ങൾ. 1945 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ ചിലിയൻ ഗാനരചയിതാവ് ഗബ്രിയേല മിസ്ട്രൽ ഇങ്ങനെ എഴുതി: ആരോഗ്യവാനും സന്തോഷവാനുമായിരിക്കും എന്നത് ആനന്ദകരമാണ്. എന്നാൽ മറ്റുള്ളവരെ സേവിക്കുക എന്ന ഗുണം അതിനേക്കാളും ആനന്ദകരമാണ്. എളുപ്പമുള്ള ജോലികളാൽ ബന്ധിതരാകാൻ നിങ്ങളെ അനുവദിക്കരുത്. മറ്റുള്ളവർ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര മനോഹരമാണ്. ഒരു മരം നടേണ്ട ഇടത്ത് നിങ്ങൾ പോയി അത് നടുക. ഒരു തെറ്റിന് പരിഹാരം കാണേണ്ടിടത്ത് നിങ്ങൾ പോയി അത് പരിഹരിക്കുക. മറ്റുള്ളവർ അകന്നു നിൽക്കുന്ന ഒരു ഭാരം നിങ്ങൾ പോയി എടുക്കുക. തെരുവിൽ നിന്ന് കല്ല് നീക്കം ചെയ്യുന്നവനും 2 ആളുകൾ ഇരുന്ന് അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് വിഘാതമാകുന്ന വിദ്വേഷവും പിരിമുറുക്കവും ലഘൂകരിക്കുന്നവനും നിങ്ങളാകട്ടെ. ഇന്ന് യേശു ഫരിസേയരെയും ശാസ്ത്രിമാരെയും വളരെ പരുഷമായി വിമർശിക്കുന്നത് കാണാം. ഒന്നാമതായി, ഫരിസേയരുടെ പഠിപ്പിക്കലുകൾ പാലിക്കണമെന്ന് യേശു തൻ്റെ ശ്രോതാക്കളോട് പറയുന്നു. അവരുടെ പഠിപ്പിക്കലുകളിൽ അവിടത്തേക്കൊരു പ്രശ്നവുമില്ല, കാരണം അവ ശരിയായ രീതിയിലാണ്. എന്നാൽ തൻ്റെ ശിഷ്യന്മാർ ഫരിസേയരുടെ മാതൃക പിന്തുടരാൻ യേശു ആഗ്രഹിക്കുന്നില്ല. പല ഫരിസേയരും ബഹുമാന സ്ഥാനങ്ങളിൽ ഇരിക്കുവാനും റബ്ബി എന്ന് വിളിക്കപ്പെടാനും ഇഷ്ടപ്പെട്ടു. മതപരമായ സ്ഥാനം കാരണം അവർക്ക് നൽകിയിരുന്ന ആദരവ് അവർ ആസ്വദിച്ചു. ഫരിസേയർ പ്രകടിപ്പിച്ച ഈ ബാഹ്യ അടയാളങ്ങൾ യേശു കണ്ടു. എന്നാൽ അവിടുന്ന് അവരുടെ ആ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്തത്. ജനങ്ങളെ സേവിക്കുക എന്നതാണ് നമ്മുടെ ധർമ്മം, അല്ല സേവിക്കപ്പെടുവാനല്ല എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് നിർദ്ദേശിക്കുന്നു. ഫരിസേയർ പഠിപ്പിച്ചതുപോലെ യഹൂദ നിയമങ്ങളും ആചാരങ്ങളും ശിഷ്യന്മാർ പാലിക്കണം. പക്ഷെ അവർ ഫരിസേയരുടെ മാതൃക പിന്തുടരരുത്. തൻ്റെ ശിഷ്യന്മാർ ഏറ്റവും താഴ്മയുള്ളവരായിരിക്കണമെന്ന് യേശു പ്രതീക്ഷിച്ചു. ഇന്ന് നമ്മുടെ ചില നേതാക്കളുടെ കാര്യത്തിൽ, മത നേതാക്കളായാലും രാഷ്ട്രീയ നേതാക്കളായാലും, വലിയ വ്യത്യാസമൊന്നും പണ്ടത്തെ നേതാക്കളുമായിട്ടില്ല. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നിങ്ങൾ പ്രസംഗിക്കുന്നത് പരിശീലിക്കുക എന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പ്രസംഗകർ മാത്രമല്ല, മറ്റുള്ളവരും ഈ ഉപദേശം ശ്രദ്ധിക്കണം. പ്രാർത്ഥനയിലൂടെയും നിരന്തരമായ ആത്മപരിശോധനയിലൂടെയും നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തിയുമായി പൊരുത്തപ്പെടട്ടെ. ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്നേഹത്തിൻ്റെയും ദയയുടെയും വാക്കുകളേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ സ്നേഹവും ദയവുമുള്ള പ്രവൃത്തികൾ സംസാരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ കാതുകളും കണ്ണുകളും തുറന്നു വയ്ക്കാം. നമ്മുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് എത്തിച്ചേരാനും അവരെ പരിപാലിക്കാനും താല്പര്യം കാണിക്കാം. ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും നമ്മെ സഹായിക്കുകയും പരിപാലിക്കുകയും ചെയ്തേക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from
കേരള.